മമതാ ബാനർജിയുടെ സമയമാണ് സമയം. അമ്മയ്ക്ക് അഷ്ടമത്തിൽ ശനിയും വ്യാഴം 12-ലും നിൽക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്താലും അത് പുലിവാലായിട്ടേ കലാശിക്കുകയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ തിരിച്ചു വരും എന്നാണ് അവർ ധരിച്ചത്. നമ്മുടെ നാട്ടിലെ നിരീക്ഷകരും നിരൂപകരും ഒക്കെ അങ്ങനെ തന്നെയാണ് ധരിച്ചത്. ദോഷം പറഞ്ഞതല്ലോ. ഞാൻ പോലും വിചാരിച്ചത് തൃണമൂൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തോടിട്ട് പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ തിരിച്ചെത്തും എന്നാണ്. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. അധികം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബംഗാളികൾ മമതയുടെ കാലുവാരി. അത് SIR നടത്തിയതുകൊണ്ടാണ് എന്ന് ആദ്യം നമ്മൾ വിചാരിച്ചു. പിന്നീട് അല്ല എന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ SIRൽ പുറത്തു പോയിട്ടുള്ളത് 63% ഹിന്ദുക്കളും ബാക്കി മാത്രം മുസ്ലിങ്ങളുമാണ്. അപ്പോൾ അതല്ല കാരണം. പോളിംഗ് അതിഭയങ്കരമായ പോളിംഗ് ആയിരുന്നു. നമ്മുടെ പറമ്പിൽ പണിക്ക് നിൽക്കുന്ന തൊഴിലാളികളടക്കം ബംഗാളിൽ വോട്ട് ചെയ്യാൻ പോയി. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ആളുകളും ഇത്തവണ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ അവിടെ പോയി എന്ന് മാത്രമല്ല, ബംഗാളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പോളിംഗാണ് നടന്നത്. അപ്പോൾ വോട്ടർ പട്ടികയുടെ തകരാറുണ്ടല്ല. പിന്നെ നമുക്ക് സംശയിക്കാവുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. അവിടെയും കാര്യമായ പരാതിയൊന്നും ഇതുവരെ ഉയർന്നു കേട്ടില്ല. പിന്നെ ഒരേ ഒരു കാരണമേ ബാക്കിയുള്ളൂ, അതായത് ജനങ്ങൾ, പ്രത്യേകിച്ച് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ, നായാടി മുതൽ നമ്പൂരി വരെ ഉള്ള വിഭാഗങ്ങളെല്ലാം ഈ സ്ത്രീയുടെ ഭരണം ഇതുവരെ നമ്മൾ സഹിച്ചു, ഇനി സഹിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് എത്തി. മുസ്ലിം വോട്ടർമാർക്കും മമതയോട് പണ്ടുണ്ടായിരുന്ന മമത ഉണ്ടായില്ല. അവരുടെ വോട്ടുകൾ പൂർണ്ണമായിട്ട് തൃണമൂലിലേക്ക് പോകുന്നതിന് പകരം നല്ലൊരു ഭാഗം കോൺഗ്രസ്സിലേക്കും CPMലേക്കും പിന്നെ അവിടെയുള്ള ചില ഈ PDP അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പാർട്ടികളുണ്ട്, അവയിലേക്കും പോയി. അങ്ങനെ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മമതാ ബാനർജിയുടെ പാർട്ടി തോറ്റു. മമതാ ബാനർജി ഭവാനിപ്പൂർ മണ്ഡലത്തിൽ വളരെ ഡീസൻ്റായിട്ട് തോറ്റു. ഈ തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനായിട്ട് മമതാ ബാനർജി വിസമ്മതിച്ചു. ഗവർണർ എത്രയൊക്കെ ആവശ്യപ്പെട്ടിട്ടും അവർ രാജിക്കത്ത് കൊടുത്തില്ല. പക്ഷേ ഗവർണർ ഇവരെ പിരിച്ചുവിട്ടായിട്ട് രേഖയുണ്ടാക്കി. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJPയുടെ ഒരു മന്ത്രിസഭയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആ മന്ത്രിസഭയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ അതിന് ശേഷം നടന്ന കാര്യങ്ങൾ വളരെ അത്ഭുതകരവും വിചിത്രവും നമ്മുടെ ഭാവനയ്ക്ക് ഒരു തരത്തിലും പിടി തരുന്നുമല്ല. സംഭവം എന്ന് വെച്ചാൽ ഈ വലിയൊരു വിഭാഗം MLAമാർ ദീദിക്കെതിരായിട്ട് കലാപക്കൊടി ഉയർത്തുകയും അവരുടെ നേതാവായിട്ട് CPMൽ നിന്ന് കൂറുമാറി തൃണമൂൽ കോൺഗ്രസ്സിൽ വന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റായി തീർന്ന ഋതബ്രത ബാനർജി എന്ന് പറഞ്ഞൊരു ഭാഗ്യാന്വേഷിയുണ്ട്. ഈ മമതാ ബാനർജിക്ക് പറ്റിയൊരു അബദ്ധം, SFIയിൽ നിന്ന് പേരുദോഷമുണ്ടാക്കി പെണ്ണ് കേസിൽ പ്രതിയായി പുറത്താക്കപ്പെട്ട ഇവനെ വേറെ ഒരു പാർട്ടിയും കയ്യേൽക്കുമായിരുന്നില്ല. അങ്ങനെ ഒരു എരണം കെട്ടവനെ പിടിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കി എന്നുള്ളതാണ്. അതും കൂടാതെ അയാളെ രാജ്യസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുത്ത് അയച്ചു. രാജ്യസഭയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും ഋതബ്രത ബാനർജി ജയിച്ചു. അത്രയും ഉപകാരം ചെയ്ത മമതാ ബാനർജിയുടെ കയ്യിൽ തന്നെ ഇവൻ തിരിഞ്ഞ് കടിച്ചു. അങ്ങനെ അയാളുടെ നേതൃത്വത്തിൽ പാർട്ടി പിളർന്നിരിക്കുന്ന ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായിട്ട് സ്പീക്കർ അംഗീകരിച്ചു. 80 മെമ്പർമാർ നിയമസഭയിലുള്ളതിൽ 58 പേരോ 59 പേരോ ഇയാളുടെ കൂടെയുണ്ട്. അപ്പോൾ അതാണ് മേജർ ബ്ലോക്ക് എന്നുള്ളതുകൊണ്ട് ഗവർണർക്ക് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇയാളെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചു. പുള്ളി പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ കയറിയിരുന്നു. പിന്നെ സർക്കാർ മന്ദിരത്തിൽ താമസിക്കാൻ പോകുന്നു. അവിടെ ഇരുന്നുകൊണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ഇത് ദേശീയ തലത്തിലും പാർട്ടി പിളരുകയാണ്. കാരണം എന്താ വെച്ചാൽ MPമാരിൽ നല്ലൊരു വിഭാഗം മമതാ ബാനർജിക്കെതിരാണ്. ആരും നമ്മുടെ ഋതബ്രത ബാനർജി അടക്കം ആരും മമതാ ബാനർജിയെ പരസ്യമായിട്ട് കുറ്റം പറയില്ല. അവരൊക്കെ പറയുന്നത് മമതാ ബാനർജി വളരെ നല്ല സ്ത്രീയാണ്, മിടുക്കിയാണ്, സുന്ദരിയാണ്, സുശീലയാണ്, ഒട്ടും അഴിമതിക്കാരിയല്ല. പക്ഷേ അവരുടെ അനന്തരവനുണ്ടല്ലോ അഭിഷേക് ബാനർജി, അവനാൾ ശരിയല്ല, അവൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല, അവൻ തൂത്തിരി മേടിക്കുന്ന ആളാണ്. അതുകൊണ്ട് എവരെ സഹിക്കാൻ പറ്റുകയില്ല. ദീദിയോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. ദീദി ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടിയുടെ പരമോന്നത നേതാവാണ്. പക്ഷേ ലവനെ ഒരു കാരണവശാലും താങ്കാൻ മുടിയാതെ എന്നുള്ളതാണ്. അങ്ങനെ ദീദി ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബംഗാളിലെ നല്ലവരായ കോൺഗ്രസ്സുകാരും നല്ലവരായ CPMകാരും മറ്റെല്ലാ പാർട്ടിക്കാരും ദീദിയുടെ ഈ പതനത്തിൽ
അനൽപമായി ആഹ്ലാദിക്കുന്നവരാണ്. അവരെല്ലാം ബി ജെ പിക്ക് എതിരാണ്. പക്ഷേ ഇവൾക്കിത് വേണം, ഇവൾക്കിത് കിട്ടിയേ മതിയാവും എന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ്. അങ്ങനെ വല്ലാത്തൊരു പരിണതിയിൽ കൂടി ഈ ദീദി കടന്നു പോകുമ്പോൾ സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട് എന്ന് കേട്ടില്ലേ? സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്നാണ് ചിന്താവിഷ്ടയായ സീതയിൽ മഹാകവി കുമാരനാശാൻ പാടിയിട്ടുള്ളത്. അത് മമതാ ബാനർജിയുടെ കാര്യത്തിൽ ശരി. അവരുടെ കൂടെ ആകെ വന്നിട്ട് പോയിട്ടും അഭിഷേക് ബാനർജി അതുപോലെ 1-2 പേരും മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് പിന്തുണയായിട്ട് മൗവ മൊയ്ത്ര രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവർ കഴിഞ്ഞ പാർലമെൻറ്റിൽ മെമ്പറായിരുന്നു, ഈ പാർലമെൻറ്റിലെ മെമ്പറാണ്. ആൾ തീപ്പൊരി നേതാവാണ്, പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കുന്ന വലിയ പ്രഭാഷകയാണ്. ചോദ്യം ചോദിക്കുന്നതിന് കൈക്കൂലി വാങ്ങി എന്നുകൊണ്ട് മറ്റൊരു ആരോപണത്തെ തുടർന്നവരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയതാണ്. പക്ഷേ അവർ പുല്ലുപോലെ തിരിച്ചു. ഇപ്പോൾ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മറ്റ് നിരവധി MLA-മാരും MP-മാരും മമതാ ബാനർജിയുടെ കാലുവാരുന്ന ഈ മുഹൂർത്തത്തിൽ, ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മമതാ ബാനർജിയുടെ പാറ പോലെ ഉറച്ചു വെക്കുന്ന ആരാണ്? അത് നമ്മുടെ മൗവ മൊയ്ത്രയാണ്. അപ്പോൾ ഈ മൊയ്ത്രയെ പോലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ കാവൽ മാലാഖമാർ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. പ്രതിസന്ധി ഘട്ടത്തിലാണല്ലോ ഒരാൾക്ക് ഒരു സഹായം വേണ്ടത്. അപ്പോൾ മമതാ ബാനർജി തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അവർക്ക് പിന്തുണ കൊടുക്കാനായിട്ട് കോൺഗ്രസിൻ്റെ MP-മാർ അല്ലെങ്കിൽ MLA-മാർ കൂട്ടാക്കിയിട്ടില്ല, CPM കൂട്ടാക്കിയിട്ടില്ല, CPI കൂട്ടാക്കിയിട്ടില്ല, ഫോർവേഡ് ബ്ലോക്ക് കൂട്ടാക്കിയിട്ടില്ല, RSP കൂട്ടാക്കിയിട്ടില്ല. ഇവരാരും ഇല്ലെങ്കിലും ഈ മൗവ മൊയ്ത്ര വിട്ടുവീഴ്ചയില്ലാതെ ആ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഥവാ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, ജില്ലായിട്ട് നടക്കട്ടെ. മൗവ മൊയ്ത്രയും അവരുടെ കരം ഗ്രഹിച്ചിട്ടുള്ള മമതാ ബാനർജിയും ഈ പ്രതിഷേധ സമരത്തിൻ്റെ മുമ്പിൽ പതറാൻ നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശ. മൗവ മൊയ്ത്ര ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്.